38 വയസ്സും 357 ദിവസവും ഇന്നത്തെ ലയണൽ മെസ്സിയുടെ പ്രായം അതാണ്. ഈ പ്രായത്തിലാണ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ വക ഗോൾ മാത്രമല്ല ഹാട്രിക്ക്. കൻസാസ് സിറ്റിയിലെ ലൂക്കാസ് സിദാൻ കാവൽ നിന്ന വലയിലേക്ക് അദ്ദേഹം 3 ഗോളുകളാണ് അടിച്ചു കയറ്റിയത്. അതിലൊന്ന് റീബൗണ്ട് വന്നത് അടിച്ചതാണ്. പക്ഷേ ആദ്യത്തേതും മൂന്നാമത്തേതും ആ 2 ഗോളുകളുണ്ടല്ലോ ലയണൽ മെസ്സിയുടെ ട്രേഡ് മാർക്ക് ലോങ് റേഞ്ച് ഗോളുകളാണ്. ബ്രസീലിയൻ ഇതിഹാസം റിവലിനോ ഔട്ട് ഓഫ് ദി ബോക്സിൽ നിന്ന് 5 ഗോളുകൾ വേൾഡ് കപ്പിൽ അടിച്ചു കയറ്റിക്കൊണ്ട് റെക്കോർഡിട്ട് നിന്നതാണ്. അത് തിരുത്തി കുറിച്ചു. 6 ലോങ് റേഞ്ച് ഗോളുകളായി ഇപ്പോൾ ലിയോ മെസ്സിയുടെ പേരിൽ. അതോടൊപ്പം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പ്രായത്തിൻ്റെ കണക്ക് 38 വയസ്സും 357 ദിവസവും പ്രായമുള്ളപ്പോൾ വേൾഡ് കപ്പിൽ ഹാട്രിക് നേടി. അൾജീരിയയുടെ വലയിലേക്ക് അദ്ദേഹം ഹാട്രിക് അടിച്ചു കയറ്റുമ്പോൾ തിരുത്തി കുറിച്ചിരിക്കുന്ന റെക്കോർഡ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടേതാണ്. ഇതിനു മുമ്പ് വേൾഡ് കപ്പിൽ ഹാട്രിക് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് CR7 പേരിലായിരുന്നു. 33 വയസ്സും 130 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം സ്പെയിനിനെതിരെ ആ ഹാട്രിക്ക് ഫ്രീ കിക്ക് അടക്കം നേടിക്കൊണ്ട് ഹാട്രിക്ക് നേടിയില്ലേ 2018 അത് കുറിക്കപ്പെട്ടത്. അതാണിപ്പോൾ ലയണൽ മെസ്സി തിരുത്തി കുറിച്ചിരിക്കുന്നത്. യെസ്, ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ 6ാം വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു DR കോങ്കോക്കെതിരെ. മെസ്സി ഇതാ മുന്നിലേക്കൊരു ചലഞ്ച് അങ്ങ് വെച്ചു കൊടുത്തിരിക്കുന്നു. കഴിയുമോ ഈ റെക്കോർഡ് വീണ്ടും തിരുത്തി കുറിക്കാൻ? കഴിയുമെങ്കിൽ ഹാട്രിക് അടിച്ച് കാണിക്ക്. ആ ചലഞ്ച് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും 2 ലെജൻഡുമാരും അവസാന വേൾഡ് കപ്പാണ് കളിക്കുന്നത്. മെസ്സി 6 വേൾഡ് കപ്പ് കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു. ക്രിസ്ത്യാനോ ഇന്ന് കളിക്കും. അദ്ദേഹത്തിൻ്റെയും 6ാം വേൾഡ് കപ്പാണ്. പക്ഷേ റെക്കോർഡ് മെസ്സി കൊണ്ടുപോയി. ഈ ഹാട്രിക്കിൻ്റെ റെക്കോർഡെങ്കിലും CR7 തിരിച്ചു പിടിക്കുമോ? കാത്തിരുന്ന് കാണാം.